വി പീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എരുന്ത് താളിച്ചതും എരുന്തും പോളയുമാണ്. മലപ്പുറം കോഴിക്കോടുള്ളവർക്കൊക്കെ ഇത് കണ്ടാൽ തന്നെ അറിയാമായിരിക്കും. പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ളതും ഇടയ്ക്കിടെ വീട്ടിലുണ്ടാക്കുന്നതുമായ വിഭവമാണിത്. എൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂരിൽ ഞാൻ ഇങ്ങനത്തെ വിഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. മലപ്പുറത്ത് വന്നാലാണ് ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഞാൻ കഴിക്കാറുള്ളത്. കണ്ണൂരിലൊക്കെ ഇതിന് ഇളമ്പക്ക എന്നാണ് പറയാറുള്ളത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. അതിലേക്കാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ എരുന്ത് അഥവാ ഇളമ്പക്ക അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനെ തോലോടെ ഒന്നും കറി വെക്കില്ല. ഇത് വേവിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള കാമ്പെടുത്തിട്ട് അത് മാത്രമാണ് കറിയിലിടുക. അതുപോലെ തന്നെ കടുക്ക, കല്ലുമ്മക്കായ നമ്മുടെ നാട്ടിലൊക്കെ തൊലി ഇല്ലാതെയാണ് പൊരിച്ച് വെക്കാറുള്ളത്. ഇവിടെ മലപ്പുറം കോഴിക്കോട് ഏരിയകളിലൊക്കെ വന്നാൽ തൊലിയോടുകൂടി പൊരിച്ച് വെച്ചതാണ് കാണാറുള്ളത്. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാൻ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇവയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1.5 ഗ്ലാസ് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നാൽ എരുന്ത് താളിപ്പ് റെഡിയായി. നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. പപ്പടവും ഈ കറിയും ഉണ്ടായാൽ തന്നെ ചോറൊക്കെ ഉഷാറായിട്ട് കഴിക്കാം. തേങ്ങ അരച്ചൊഴിച്ചും അല്ലെങ്കിൽ മസാല ഇട്ടുമൊക്കെ ഇങ്ങനെ കറി ഉണ്ടാക്കാം. ഇനി ഇതിൽ നിന്ന് പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൂളയാണ്. അതായത് ചില ഭാഗങ്ങളിൽ പറയും കപ്പ, കിഴങ്ങ്, മരച്ചീനി എന്നൊക്കെ പറയും. അത് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങി ഊറ്റിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങയും 2 പച്ചമുളകും 4 വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എരുന്തും പോളയും റെഡി ആയിട്ടുണ്ട്. ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടുള്ള കട്ടൻ ചായയോടൊപ്പം ഒന്ന് കഴിച്ചു നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.